നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. തുഞ്ചൻ പറമ്പിൽ MT വാസുദേവൻ നായർ സ്മാരകം നിർമ്മിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. MTയുടെ വിയോഗം മലയാളക്കരയ്ക്ക് നികത്താനാവാത്ത നഷ്ടമെന്ന് MLA കുറുക്കോളി മൊയ്തീൻ. MTയുടെ ഓർമ്മകൾ ദുഃഖത്തോടെ പങ്കുവച്ച് തുഞ്ചൻ പറമ്പിലെ ട്രസ്റ്റ് മെമ്പർമാരും ജീവനക്കാരും. സാഹിത്യത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായരെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്നേഹതീരം ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. വിശദമായ വാർത്തകൾ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതമുണ്ടായെന്നും അതുമൂലമുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ നേരത്തെ പറഞ്ഞിരുന്നു. വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് അന്ത്യം. എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായ MT എന്നറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആധുനിക മലയാള സാഹിത്യ രചയിതാവാണ്. ഭാഷാപിതാവിന്റെ മണ്ണിനെ പതിറ്റാണ്ടുകളായി പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ വിടവാങ്ങി. ശ്വാസതടസ്സത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതമുണ്ടായെന്നും അതുമൂലമുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ നേരത്തെ പറഞ്ഞിരുന്നു. വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് അന്ത്യം. മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ട എഴുത്തച്ഛന്റെ സ്മരണയാണ് തുഞ്ചൻ പറമ്പ്. മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത്. തുഞ്ചൻ പറമ്പിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്തതിൽ MT വാസുദേവൻ നായർ വഹിച്ച പങ്ക് ചെറുതല്ല. 1992 MT വാസുദേവൻ നായർ ചെയർമാനാകുന്നത്. പിന്നീടാണ് തുഞ്ചൻ പറമ്പ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത്. തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം, തുഞ്ചൻ ഉത്സവം തുടങ്ങി തുഞ്ചൻ പറമ്പിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ലോകത്തിൽ തന്നെ ചരിത്രത്തിൽ തുഞ്ചൻ പറമ്പിനെ ഇടം നേടി നൽകിയതിലും MT വഹിച്ച പങ്ക് വലുതാണ്. മലയാളത്തിന്റെ പുണ്യം MT വാസുദേവൻ നായർക്ക് വെട്ടം ടെലിവിഷന്റെ പ്രണാമം. ലോകം കണ്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കാണുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. തന്റെ സഹോദരി താമസിച്ചിരുന്ന ഗൂഡല്ലൂരിലായിരുന്നു MTയുടെ ആദ്യത്തെ വീട്. അവിടെ മുതൽ തന്നെ ഞങ്ങൾക്ക് MTയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുഞ്ചൻ പറമ്പിൽ MT വാസുദേവൻ നായർ സ്മാരകം പണിയാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിന് അടുത്തായിരുന്നു എൻ്റെ സഹോദരി മുമ്പ് താമസിച്ചത്. പലപ്പോഴും
അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹം ആ വീട്ടിലുള്ള സമയങ്ങളിൽ ഞങ്ങളൊക്കെ തന്നെ പോയി കാണാറുണ്ട്. അങ്ങനെയാണ് ഒരു ബന്ധം വളർന്നത്. പിന്നീട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് മാറി ഇടയ്ക്ക് ഈ ഗൂഡല്ലൂരിലൊക്കെ വരുമായിരുന്നു. ആ സ്കൂൾ പഠനകാലത്തൊക്കെ അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണാനും പലപ്പോഴും അടുത്ത് തന്നെ വരാനും അടുത്ത് നിൽക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് തുഞ്ചൻ പറമ്പ് വന്നതിന് ശേഷം വലിയ ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം തിരൂരിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ പോയി കാണാനും സംസാരിക്കാനൊക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ സുന്ദരമായ കുറേ നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അത് ആദ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹം ചുരുക്കുകയാണ് ചെയ്തത്. നല്ല സൗകര്യങ്ങളൊക്കെ തിരൂരിൽ കിട്ടുമോ, അത് നമ്മുടെ തുഞ്ചൻപറമ്പൊക്കെ ഉള്ളതല്ലേ, ഇവിടെയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ച സമയത്ത് ക്ഷമിക്കണമല്ലോ, വരണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അതിന് സ്ഥലം ലഭ്യമാകത്തിലൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു അദ്ദേഹം. പിന്നീട് അതിന് പണമൊക്കെ അനുഭവിച്ച ശേഷം അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ധാരാളം അവസരങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി പറയുക. ഒരു സാഹിത്യകാരൻ എന്താണെന്നും ലോകത്തറിയപ്പെടുന്ന ആ സാഹിത്യകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒന്നിച്ചിടപെടാനും കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാരാളം അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് കണ്ടാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വളരെ അധികാരികളോടൊന്നും കൂടുതൽ അദ്ദേഹം പ്രകടമാക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം അതാണ്. അവരെ പരിചയമൊന്നും അങ്ങനെ പ്രകടമാക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലാണ് നിൽക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അവരോട് എന്താണോ ബന്ധം അത് തന്നെയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് അധികാരിയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വണങ്ങേണ്ടതൊന്നുമില്ല. കാരണം ലോകത്തെ ക്രമത്തിൽ എല്ലാവരും ആവുന്നു എന്നുള്ളൊരു രീതി തന്നെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അധികാരത്തെ ഒന്നും അദ്ദേഹം വലിയൊരു അലങ്കാരമായി കാണാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഈ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചപ്പോഴും അതൊന്നും അത്രമേൽ ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ നഷ്ടം ആണ്, അതിനൊന്നും ഒരു സംശയമില്ല. ഈ തുഞ്ചൻ്റെ മണ്ണിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിലാവണം. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുഞ്ചൻ പറമ്പിൽ പുതുതായി അതിനനുസൃതമായിട്ടുള്ള ഒരു സ്മാരകം അവിടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനുള്ള നടപടികൾ കൈക്കൊള്ളും. മലയാളിക്കും ഇന്ത്യൻ സാഹിത്യ ലോകത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് MTയുടെ വിയോഗം മൂലം ഉണ്ടായതെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. നാം ജീവിക്കുന്ന ഈ തലമുറയിലെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. മലയാളക്കരയെ അതീവ ദുഃഖത്തിലാക്കി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MT വാസുവേട്ടൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നവതി ആഘോഷിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം. ഇന്ത്യൻ സാഹിത്യ മേഖലയ്ക്ക് നിഷേധിക്കാനാകാത്ത വലിയ സംഭാവനകൾ നൽകിയ മഹാപുരുഷന്റെ വിയോഗം രാജ്യമാദരവോടുകൂടി ജ്ഞാനപീഠം നൽകി ആദരിച്ച മഹൽ വ്യക്തി. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാം കണ്ട, എൻ്റെ തലമുറ കണ്ട എഴുത്തച്ഛനാണ്. എഴുത്തിൻ്റെ തലങ്ങളിൽ, കലാസാഹിത്യ മേഖലയിൽ, വൈവിധ്യങ്ങളായ മേഖലകളിൽ അദ്ദേഹത്തിന് തിളക്കമാർന്ന സംഭാവനകൾ അർപ്പിക്കുവാൻ സാധിച്ചു. തൂലിക വഴങ്ങാത്ത മേഖലയിലില്ല. എഴുത്തിൻ്റെ തലങ്ങളിൽ സർവ്വതലങ്ങളിലും സ്പർശിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. അഭിനയ കലയിൽ ഉൾപ്പെടെ സാഹിത്യത്തിൻ്റെ കലയുടെ
സർവോദോന്മുഖമായ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് മുന്നേറിയ ഒരു മഹൽ വ്യക്തിത്വമാണ് നമുക്ക് MT എന്ന വലിയ സാഹിത്യകാരനിൽ കാണാൻ കഴിയും. നമുക്കൊരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ വിടവാണ് സാഹിത്യ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ തിരൂർക്കാരുടെ എല്ലാ വേദനകളും അർപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാഹിത്യ ലോകത്തിന്, കുടുംബത്തിന് എല്ലാ അനുശോചനങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നു. മലയാളത്തിലെ മായാത്ത രണ്ടക്ഷരം എഴുത്തിന്റെ പെരുന്തച്ഛൻ MT വാസുദേവൻ നായർക്ക് വിട. ജീവിതത്തിൽ മറക്കാനാവാത്ത MTയുടെ ഓർമ്മകൾ ഏറെ ദുഃഖത്തോടെ പങ്കുവയ്ക്കുകയാണ് തുഞ്ചൻ പറമ്പിലെ ട്രസ്റ്റ് മെമ്പർമാരും ജീവനക്കാരും. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് മുൻ സൂപ്രണ്ട് വഴുതക്കാട് രാജേന്ദ്രൻ, സൂപ്രണ്ട് TP സുബ്രഹ്മണ്യൻ, ട്രസ്റ്റ് മെമ്പർ P കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ലൈബ്രറിയൻ S കമൽനാഥ്, പറവണ്ണ സ്വദേശി മുജീബ് മനാർ എന്നിവർ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. 1993 MT ഇതിൻ്റെ ചെയർമാനായി വരുമ്പോൾ ഞാനിവിടെ ഒരു ജീവനക്കാരനായിട്ടുണ്ടായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ കൂടാരം തന്നെയായിരുന്നു അദ്ദേഹം. ഈ സ്ഥാപനം ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ചെയ്ത വലിയൊരു സംഭാവന ഉണ്ട്. അത് കേരളത്തിന് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹം അത് ഓർക്കാനും കൂടി കഴിയില്ല. അത്രയ്ക്ക് വലുതാ. ഏകദേശം നമ്മൾ 10-30 വർഷക്കാർ തുഞ്ചൻപറമ്പുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് MT. ഈ തുഞ്ചൻപറമ്പിലുള്ള എല്ലാ പുരോഗതിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ ഇതിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരിപാടി ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുഞ്ചൻപറമ്പിലേക്കുള്ള സംഭാവന, ആ സംഭാവന തരുന്ന ആ ഇതിനാണ് അയാൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ തൻ്റെ ഓരോരോ പരിപാടിക്കും കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം തുഞ്ചൻപറമ്പിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിലിവിടെയുള്ള മ്യൂസിയം ആയാലും അതേപോലെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങളായിട്ടുള്ള ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് 2 ഓഡിറ്റോറിയങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്. അതുപോലെ പ്രധാന എണ്ണം പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. അതിലുള്ള ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള പുസ്തകം തന്നെ പറയാം, പുസ്തകം ഉണ്ട്. അത് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നതാണ്. കഴിഞ്ഞ വർഷം അക്ഷരമാല, മലയാള അക്ഷരമാല എന്നൊരു പുസ്തകം തുഞ്ചൻപറമ്പിൽ നിന്ന് ഇറക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം മലയാളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ മനോഹരമായി ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും മലയാള ഭാഷയോട് വളരെ വലിയ സേവനമാണ് അദ്ദേഹം നൽകിയത് എന്ന് പറയാം. ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനും ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ സ്മരണകളെ ഇന്നും ദീപ്തമായി നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളിലും മുഴുകിക്കൊണ്ട് മലയാളികളോട്, മലയാള ഭാഷയോട് എല്ലാ തരത്തിൽപ്പെട്ട ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനമാണ് തുഞ്ചൻപറമ്പ് എന്ന ഈ മലയാള ഭാഷയുടെ ഈ ഹൃദയഭൂമിയെ നിലനിർത്തുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. MTയുടെ വിയോഗം നമ്മളെ മൊത്തത്തിൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ തുഞ്ചൻപറമ്പും ഈ തുഞ്ചൻപറമ്പിൻ്റെ പരിസരവാസികളും ഈ തിരൂർ നിവാസികളും മലയാള മണ്ണ് ഒന്നടങ്കം MTയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ തുഞ്ചൻപറമ്പിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കുന്ന ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം ഇതൊരു ചരിത്ര മുഹൂർത്തമാക്കിയ ഈ തുഞ്ചൻപറമ്പിനെ സാംസ്കാരിക കേന്ദ്രമാക്കുന്നതിലുള്ള പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ നമ്മുടെ സാഹിത്യരംഗത്ത് ഇവിടെ തുഞ്ചനുത്സവം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള പല സാഹിത്യകാരന്മാരെ ഈ തുഞ്ചൻപറമ്പിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രഭാഷണം നടത്താനും സെമിനാറുകളിൽ പങ്കെടുപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ കഴിവ് മാത്രമാണ്. ഇത് വേറെ ഒരു സ്ഥലത്തും കഴിയാത്ത അത്രത്തോളം നമ്മുടെ ഈ അറിയപ്പെടുന്ന, അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിലെ സാഹിത്യകാരന്മാർ ഈ വേദിയിൽ ഇവിടെ വന്ന്
MT ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പലരും ഈ മണ്ണിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ എത്തി ഇവിടെ പ്രഭാഷണത്തിനും സെമിനാറിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. സാറിൻ്റെ വിയോഗം തുഞ്ചൻ സ്മാരകത്തിനും ഒരു കനത്ത നഷ്ടമാണ്. ഈ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ ഒരു മോട്ടിവേഷൻ അത് വളരെ വിലപ്പെട്ടതായിരുന്നു. സാഹിത്യത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായരെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. തുഞ്ചൻ പറമ്പിന്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. അദ്ദേഹത്തിന്റെ നിര്യാണം മലയാളികൾക്ക് മാത്രമല്ല സാഹിത്യ ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ് ഉണ്ടായതെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. മലയാള ഭാഷയെയും കേരളത്തെയും ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കെട്ടിയ പ്രിയപ്പെട്ട വാസുവേട്ടൻ, അദ്ദേഹത്തിൻ്റെ നിര്യാണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോക സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ തീരാ നഷ്ടമാണ്. തിരൂർ തുഞ്ചൻ പറമ്പിനെ ഇന്ത്യയിലെ കലാസാഹിത്യ രംഗങ്ങളിൽ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം എടുത്ത മുൻകൈ വളരെ വലുതാണ്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ തന്നെ ഒരു അലങ്കാരമായി അദ്ദേഹം കണ്ടിട്ടില്ല. അത്തരത്തിലൊരു പുരസ്കാരത്തിൻ്റെ ഒരു രീതിയിലുള്ള അഹങ്കാരം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. അതല്ല തന്നെ സ്വാഭാവികമായ ഒരു സംഭവമായി മാത്രമാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. തുഞ്ചൻ പറമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 35 വർഷമായി ഈ ഒരു ഭൂമിയെ കലാസാഹിത്യ രംഗങ്ങളിലും ഇന്ത്യയിലെ കലാകാരന്മാരോടൊപ്പം സാഹിത്യകാരന്മാരോടൊപ്പം ലോക പ്രശസ്തി ആർജിച്ച പല സാഹിത്യകാരന്മാരെയും ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഴിയും. അദ്ദേഹത്തിൻ്റെ നിര്യാണം എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് മുമ്പിൽ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മൾ വിട്ടുപോയിട്ടുള്ളത്. വാസുവേട്ടൻ്റെ നിര്യാണത്തെക്കുറിച്ച് അത്രയേ പറയാൻ കഴിയും. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായുള്ള നിരവധി സംഭവങ്ങളൊക്കെ തന്നെ വലിയ പാഠമാണ് നമുക്ക്. കേരളത്തിലെ പുതിയ തലമുറക്ക് സാഹിത്യത്തെ, കലയെ പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതിലെന്നും ഓർമ്മയിൽ നിൽക്കുന്ന നിർമ്മാല്യത്തിലെ ആ സിനിമയിൽ തന്നെയുള്ള ഒരുപാട് രംഗങ്ങൾ കേരള ഗ്രാമീണതയെ തൊട്ടുണർത്തുന്നതാണ്. നിർമ്മാല്യത്തിലെ ചില കഥാപാത്രങ്ങൾ അതെല്ലാം തന്നെ ഒരു കേരളീയ തനതായ സംസ്കാരത്തെ ലോകത്തിനു മുമ്പിൽ കാണിക്കാൻ ഉതകുന്നതാണ്. പിന്നെ ധാരാളം കാര്യങ്ങളിൽ മാതൃകയായിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ നാടിനെ സംബന്ധിച്ചും തിരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. കൂടല്ലൂരായാലും തിരൂരായാലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജന്മസ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബമല്ല, മലയാളികളൊക്കെ തന്നെ ഏറെ ദുഃഖത്തോടെ കാണുന്ന നിമിഷങ്ങളാണ്. ഞാനും അതിൽ പങ്കുചേരുക. തീരദേശത്ത് 2 കിലോമീറ്റർ നീളത്തിൽ സ്നേഹതീരം ടൂറിസം പദ്ധതി പ്രവർത്തനങ്ങൾ സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ RN അൻസർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റുകൾ കൂട്ടായി തീരദേശത്ത് നടപ്പിലാക്കുന്ന സുഹൃതം പദ്ധതിയുടെ ഭാഗമായാണ് കൂട്ടായിയിൽ പുതുതായി സ്നേഹതീരം പദ്ധതി ആരംഭിക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ PI ബഷീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. MT ജംഷീദ്, ഷാഹിദ് KK, PK യാസിൻ, മുസ്തഫ താണിക്കാട്, PK കമറുദ്ദീൻ, PV നസറു, K സിന്ധുരാജ് എന്നിവർ പ്രസംഗിച്ചു. സ്നേഹതീരത്തിന്റെ ഭാഗമായി ഇരിപ്പിടങ്ങളും സ്പോട്ട് ലൈറ്റുകളും മറ്റു സൗകര്യങ്ങളും ഒരുക്കി പുതുവർഷത്തിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ അൻവർ സുലൈമാൻ അറിയിച്ചു. വെട്ടം ന്യൂസ് കൂട്ടായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.